ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് ആട്ട മാവ് എടുത്തു. അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്തു. ഇത് കുഞ്ഞാന്ന് അരിഞ്ഞിട്ട് ചേർത്തു കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തു. അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ്, ചെറിയ ഗ്രേറ്ററില്ലേ ചെറുതായിട്ടുള്ളത്, അതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല പൊടിയായിട്ട് കിട്ടി. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 3-4 പച്ചമുളക് കേട്ടോ, എരിവനുസരിച്ചിട്ട് എടുക്കും. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ദോശമാവ് ലൂസാക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുക. അപ്പോൾ പൊടി എടുക്കണതനുസരിച്ചിട്ട് പച്ചക്കറികൾ, അതായത് സവാളയും ക്യാരറ്റും ഒക്കെ ചേർക്കുന്നത് നമ്മൾ തീരുമാനിക്കുക കേട്ടോ. കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഈ 2.5 കപ്പ് പൊടിക്ക് ഇത്രയും മതി. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഇടുക. നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചേർത്താൽ മതി. കുറവാണെങ്കിൽ പിന്നെ വീണ്ടും ചേർക്കുക. ഇതിപ്പോൾ ഈ ഉപ്പ് പാകത്തിനാണ് കേട്ടോ, നമ്മൾ കറി കൂട്ടി കഴിക്കണതല്ലേ. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ട്ടാ. ഇത്ര ലൂസ് മതി. പിന്നെ നമ്മളതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ. ഇനി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഇതിലൊരു ഓയിലും ചേർക്കണ്ട, നമുക്ക് നേരിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ പാകമായി. ഇനി തവ വെച്ചിട്ട്, ഇത് വെള്ളമാണ് കേട്ടോ, അന്ന് ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെള്ളം തടവി കൊടുത്തതാണ്. ഇത് മാവ് ഒഴിക്കുമ്പോൾ തീ സിമ്മിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പരത്തി കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട്, ഇത് സാധാ ദോശയേക്കാളും കൂടുതൽ സമയം എടുക്കും. കാരണം ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഉള്ളതല്ലേ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല മൊരിച്ചെടുക്കണം. ആദ്യത്തെ ദോശ ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടെ മാവ് കൂടുതൽ ഒഴിച്ചാൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ വരുത്തിയെടുക്കാം. മറിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ വട്ടത്തിലാക്കിയത്. ആദ്യം 1 തവി ഒഴിച്ചത്, ഇതിപ്പോൾ 2 തവി ഒഴിച്ചിട്ട് പരത്തി. നമുക്ക് മറ്റേതുപോലെ നൈസായിട്ട് ഇങ്ങനെ പരത്താൻ പറ്റില്ല, ഇതിൽ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതല്ല, അതുകൊണ്ട്. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഒഴിക്കുക. അതുപോലെ തന്നെ മാവ് ഒഴിക്കുമ്പോൾ തീ സിമ്മിൽ വയ്ക്കുക. ചൂട് കൂടുതലായാൽ പെട്ടെന്ന് അതിലൊന്ന് ഒട്ടിപ്പിടിക്കും തവയിൽ. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പാച്ചുല കൊണ്ട്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇനി ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരും. നല്ല മണമാണ്. ഇതിന് ഒഴിച്ചൊന്ന് മൊരിയാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല മണം വരും, സവാളയുടെയും മല്ലിയിലയുടെയും ഒക്കെ. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിപ്പോൾ നമ്മളിവിടെ സ്പെഷ്യലായിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.